വിവരമുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ചേഞ്ച് ഈസ് ദ മൂവിങ് ഫോഴ്സ് ഓഫ് ഹിസ്റ്ററി. സമൂഹത്തെ ചലിപ്പിക്കുന്ന ശക്തിയാണ് മാറ്റം എന്നുള്ളത്. എന്നാൽ ചില മാറ്റങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, ചിലപ്പോൾ സമയം വേണ്ടി വരും. വളരെ പതുക്കെ മാത്രമേ പലപ്പോഴും നമ്മൾ മാറ്റങ്ങളെ അംഗീകരിക്കൂ. ഒരു ഗ്രാമത്തിൻ്റെ കഥയാണ് ഞാനിന്ന് പറയുന്നത്. നിറയെ മരങ്ങളുള്ള ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ റോഡിനോട് ചേർന്ന് പുഴക്കരയിൽ ഒരു കല്ലുണ്ടായിരുന്നു. കൃഷിയാണ് ആ ഗ്രാമത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ജോലി. ജോലി കഴിഞ്ഞ് ക്ഷീണമകറ്റാൻ കർഷകരായ സാധാരണ ആളുകൾ വന്നിരിക്കുന്ന ഈ കല്ലിൻ്റെ മുകളിലാണ്. ഗ്രാമവാസികൾ അതിനെ നിലക്കല്ല് എന്ന് വിളിച്ചു. പുഴയിൽ വെള്ളം കയറിയാലും കല്ല് മുങ്ങില്ല. കാറ്റിനെയും കോളിനെയും എല്ലാം അതിജീവിച്ച് ആ കല്ല് അനങ്ങാതെ എങ്ങനെ നിൽക്കും കർഷകരെ കാത്ത്. അങ്ങനെ ഇരിക്കെ ഗ്രാമത്തിൽ റോഡിൻ്റെ വീതി കൂട്ടാൻ തീരുമാനിച്ചു. ഓർമ്മ വെച്ച കാലം മുതൽ ഗ്രാമവാസികൾ ആ കല്ല് കാണുന്നതാ. അത് മാറ്റാനായി അടുത്ത ദിവസം തന്നെ എഞ്ചിനീയേഴ്സ് ബുൾഡോസറുമായിട്ട് എത്തി. പക്ഷേ ബുൾഡോസർ ആഞ്ഞ് ശ്രമിച്ചിട്ടും കല്ല് അനങ്ങുന്നില്ല. പലതരത്തിൽ കല്ല് നീക്കാൻ അവർ ഓരോ ശ്രമം നടത്തി. എന്നാൽ കല്ല് അനങ്ങണ്ടേ? ശ്രമങ്ങൾ ഉപേക്ഷിച്ച് അവസാന ഉദ്യോഗസ്ഥന്മാർ മടങ്ങിപ്പോയി, നിരാശരായി. അന്ന് വൈകുന്നേരം ഗ്രാമത്തിൽ ഒരു കൊച്ചു പയ്യൻ സ്കൂൾ വിട്ടു വന്ന് ആ കല്ലിൻ്റെ മേലെ കയറിയിരുന്നു. കല്ലിൽ സ്വാഭാവികം ഉണ്ടായ ഒരു വിള്ളൽ ആ കുട്ടി കണ്ടു. ആ വിള്ളലിലേക്ക് കുറച്ച് മണ്ണിട്ട് കുട്ടി ഒരു മരത്തൈ നട്ടു. 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ചെടിയുടെ വേര് ആ കല്ലിലേക്ക് ആണ്ടിറങ്ങി. 1 വർഷം കഴിഞ്ഞപ്പോൾ വേര് നന്നായിട്ട് ഉറച്ചു. 3 കൊല്ലം കഴിഞ്ഞപ്പോൾ കല്ല് 2ആയി പിളർന്നു. 5 വർഷം കഴിഞ്ഞപ്പോഴേക്കും പിളർന്ന് കഷ്ണങ്ങളായ കല്ലുകൾക്കിടയിൽ ഒരു വലിയ മരം വളർന്നങ്ങനെ വന്നു. മാറ്റങ്ങൾ അങ്ങനെയാ. നമ്മൾ കരുതുമ്പോൾ സംഭവിക്കണമെന്നില്ല. നമ്മൾ കരുതുന്ന തരത്തിലായിരിക്കില്ല മാറ്റങ്ങൾ സംഭവിക്കുക. പക്ഷേ മാറ്റം ഉണ്ടാവും. മാറ്റമില്ലാത്ത ഒന്ന് മാത്രം, അത് മാറ്റം മാത്രമെന്ന് ആൾക്കാർ പറയില്ലേ, കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികർ. ഇനി നമുക്ക് ആ മരവും മുറിച്ച് മാറ്റപ്പെടും. നമുക്കറിയാം, നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത തരത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. നമുക്ക് അവിശ്വസനീയമായ മാറ്റങ്ങളാണ് ഇപ്പോൾ ലോകത്ത് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിവരമുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്, മാറ്റമില്ലാത്തതായി ഒന്ന് മാത്രമേ ഉള്ളത് മാറ്റം തന്നെയാണ്. ഇത് പ്രധാനമായും ആദ്യം പറഞ്ഞ ആരാന്നറിയുമോ? കാറൽ മാർക്സ് ആണ്. അപ്പോൾ ഇപ്പോഴും അത് തന്നെയാണ്, ചേഞ്ച് ഈസ് എ മൂവിങ് ഫോഴ്സ് ഓഫ് ഹിസ്റ്ററി എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ആ നല്ല ചിന്തയോടെ മാറ്റങ്ങൾ കാണുമ്പോൾ നമ്മൾ അധൈര്യപ്പെട്ടിട്ട് കാര്യമില്ല, നമ്മൾ പ്രജ്ഞയേറ്റിട്ടും കാര്യമില്ല, അത്ഭുതപ്പെട്ടിട്ടും കാര്യമില്ല. മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. സമൂഹത്തെ മാറ്റിമറിക്കുന്നത് മാറ്റം തന്നെയാണ്.